ഒരു സ്റ്റേഷൻ ജാമ്യം ലഭിക്കാൻ മാത്രം ഉണ്ടായിരുന്നൊരു സംഭവമാണ് ഇത്ര വലിയൊരു വിഷയത്തിലേക്ക് പോയതെന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്തിൽ നേരത്തെ ഫാദർ സംസാരിച്ച ഘട്ടത്തിലും അത് പറഞ്ഞു. ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് BJP ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറയപ്പെടുന്ന കന്യാസ്ത്രീകളോടൊപ്പമാണെന്നുള്ളതാണ്. പക്ഷേ അതിലൊരു വിരോധാഭാസമുണ്ട് എന്നുള്ളതാണ് വിമർശനം. കഴിഞ്ഞ വെള്ളിയാഴ്ച BJPയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ പള്ളിയിൽ വരികയും പൂർണ്ണ സപ്പോർട്ട് തരികയും ചെയ്തു. എൻ്റെ അസിസ്റ്റൻ്റ് ഫാദർ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫാദറാണ് എന്നോട് ഇത് വിളിച്ച് പറഞ്ഞത്. ഞാനും കൂടെ പുറപ്പെട്ടായിരുന്നു. ആ പ്രതീക്ഷയിലൊക്കെയാണ് ഞാനും കൂടെ പോകുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടെ കേരളത്തിൽ വന്ന് പറയുന്നു, ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഭയങ്കര സംശയത്തിന് കാരണമാവുകയും ചെയ്യുന്നത്. കേരളത്തിൽ വളരെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. എന്തോ ഞാൻ ആരെയും വിധിക്കുന്നില്ല, പക്ഷേ നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ 4 ദിവസമായി ഇവിടെ ആയിരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഇന്നലെ നേരെ കോടതിയിലേക്ക്, ഞങ്ങൾ ജാമ്യം കിട്ടുമല്ലോ, ആ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇത്രയും വാഗ്ദാനങ്ങളല്ലേ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരെ കോടതിയിലെ വളപ്പിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം അവിടെ ഈ ഭയങ്കര അട്ടഹാസം, ബഹളം, വലിയ ബഹളമായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്കറിയാം, റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച അതേ അവസ്ഥയാണ് ഇന്നലെ കോടതി വളപ്പിലും സംഭവിച്ചത്. ജഡ്ജ് വിധി പ്രസ്താവിക്കുമെന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ജഡ്ജ് അവിടെ വന്ന് കയറുന്നതിന് മുമ്പാണ് അന്തരീക്ഷം ഇത്രമാത്രം ഭയാനമായിട്ട് തീർന്നത്. ഇത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം മുഴുവൻ അറിയാം. അതായത് 3 പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് സിസ്റ്റേഴ്സോട് വന്ന് ചോദിച്ചു, ഞങ്ങളുടെ മക്കൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പണി തരാമോ? മാതാപിതാക്കൾ വന്ന് കണ്ണുനീരോടുകൂടെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, ഞങ്ങൾ വരാൻ തയ്യാറാണെന്ന് അങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ ഇവർ സിസ്റ്റേഴ്സ് വരാൻ ഒരല്പം വൈകി റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ ഇന്നലെ കോടതി ഭാഗത്ത് ആരാണ് ബഹളം വെച്ചത്? അങ്ങനെ ഒരു ടീം അതിനാദ്യം മുമ്പിൽ വന്നത് റെയിൽവേ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കുന്നു. അയാൾ ഈ പെൺകുട്ടികളോട് പ്ലാറ്റൂൺ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഇവരൊക്കെ ഗ്രാമീണരാണല്ലോ, ഇതുങ്ങളാകെ വെപ്രാളപ്പെടും. സിസ്റ്റർമാരുടെ കയ്യിലെ ടിക്കറ്റ് ഞങ്ങളുടെ കൈവശമില്ല. ഇവരാകെ പെർപ്ലക്സ്ഡായി ഇവിടെ. അപ്പോഴാണ് ഈ മനുഷ്യനെ ആരാണ്ടോ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നലെ കോടതിയുടെ പരിസരത്ത് ആരാണോ ഒന്നിച്ച് വിടുക, അങ്ങനെ വലിയൊരു ജനാവലി അവിടെ എത്തി ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇവരെ അടിക്കുകയും. അപ്പോൾ ഈ പെൺകുട്ടി സത്യം പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവരെ വാ പൊത്തിച്ചു. മിണ്ടരുത്, ഞങ്ങൾ പറയുന്നത് എന്താണോ അത് നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചതാണ്. അപ്പോഴത്തേക്കും സിസ്റ്റേഴ്സ് എത്തി, പിന്നെ അവിടെ പോലീസും എത്തി. അപ്പോൾ ഈ ജനത്തെ നിയന്ത്രിക്കേണ്ട പോലീസ് നേരെ തിരിച്ചാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ അവസ്ഥ ഇപ്പോഴും ഇവിടെ സംജാതമായിരിക്കുക. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. കണ്ട സമയത്ത് അവർ നിങ്ങളോട് വിശദീകരിച്ചതാണ് അന്ന് ഉണ്ടായ സംഭവത്തെക്കുറിച്ച്. അത് അവർ സംസാരിച്ചായിരുന്നു. അവർ സത്യം പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, നമ്മുടെ രാജ്യത്തിന് നിയമമുണ്ട്, അതിന് വിരുദ്ധമായിട്ട് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വിപരീതമാണ് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും. അപ്പോൾ ഇവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചതാണിത്. അവരുടെ സഹോദരങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നീതി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പല കോടതികൾ കയറ്റി ഇറക്കുകയാണ് അല്ലേ. പിന്നെ ഇനി ഹൈക്കോടതി NIA കോടതിയിൽ പോകുന്നു പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബം NIA കോടതിയിൽ ഒരു ജാമ്യത്തിന് ശ്രമിക്കുമോ, അതോ മേൽക്കോടതിയെ സമീപിക്കുമോ? അല്ല, NIA കോടതിക്ക് ഈ കേസ് എടുക്കാനായിട്ടുള്ള സാഹചര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ NIA കോടതിയിൽ ഗവൺമെൻറ് കേസ് ഫയൽ ചെയ്താലാണ് NIA കോടതിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുടുംബം കേസോട് ചെന്ന് കഴിഞ്ഞാൽ അവരത് തള്ളിക്കളയില്ലേ. അപ്പോൾ പരമാവധി സിസ്റ്റേഴ്സിനെ ഈ ജയിലിട്ട് നരകിപ്പിക്കുക, കേരളത്തിൽ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കുക. ഇതാണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യ അജണ്ട. ഇവിടെയുള്ള ഉപമുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ആളുകളായിട്ട് ചർച്ച നടത്തി അതിലൊരു നീതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവരൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു സംസ്ഥാനത്തെ BJP നേതാക്കൾ. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയും അത്തരം ഒരു പ്രതികരണം നടത്തി. പക്ഷെ അതൊന്നും പ്രതിഫലിക്കുന്നത് കാണുന്നില്ല അല്ലേ? അതെ, ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ഗവൺമെൻറ് വക്കീലല്ലേ ഈ കാര്യത്തിൽ ഇന്നലെ ഇടപെടേണ്ടിയിരുന്നയാൾ അല്ലേ.
അയാൾ അല്ലെ അദ്ദേഹം ഒരു ഈ സമയത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ നേതാക്കന്മാരാണല്ലോ ഞങ്ങളോട് പറയുന്നത്, ഞങ്ങളെല്ലാം ഇപ്പോൾ തീർത്ത് തരാം, ഉടനെ നാളെ സിസ്റ്റേഴ്സ് ഔട്ടാന്ന് ഞങ്ങളോട് പറഞ്ഞു തരിക. അപ്പം അങ്ങനെ പറയുന്നവർ ഈ അവരുടെ വക്കീലിന് ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതല്ലായിരുന്നു അല്ലേ? അവിടെ അയാൾ സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ആരും പറയാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. ഇത് എത്രമാത്രം തെറ്റിദ്ധാരണ കേരളത്തിലൂടെ പറഞ്ഞു നടന്നാലും. തീർച്ചയായും നിയമപോരാട്ടം തുടരും, ജാമ്യം ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരും എന്നുള്ളതാണ് കന്യാസ്ത്രീകളുടെ കുടുംബം, ഫാദർ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കുന്നത്.